നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മനുഷ്യ വന്യജീവി സംഘർഷം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണെന്ന് വനാതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ തെളിവ് നൽകുന്നു. കാലാവസ്ഥാ വ്യതിയാനം മുതൽ വനത്തിനുള്ളിലെ ഭക്ഷണ ജല ദൗർലഭ്യം വരെ നിരവധി കാരണങ്ങൾ മൃഗങ്ങളുടെ കാടിറക്കത്തിന് കാരണമായി പറയുന്നു. ഓരോ തവണ വന്യമൃഗങ്ങൾ കാടിറങ്ങുമ്പോഴും ജനങ്ങൾ വനം വകുപ്പിനെയും സർക്കാരിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. കാടിറങ്ങുന്ന വന്യജീവികളെ പ്രകോപിപ്പിക്കരുതെന്ന വനം വകുപ്പ് നിർദ്ദേശമുണ്ടെങ്കിലും ഇങ്ങനെ ഇറങ്ങി വരുന്ന വന്യജീവികളെ കാട്ടിലേക്ക് തിരികെ അയക്കാൻ പലപ്പോഴും പടക്കവും തീയും തന്നെ ഉപയോഗിക്കുന്നു. ഇതിനിടെയാണ് സാമൂഹിക മാധ്യമമായ എക്സിൽ സുരേഷ് മെഹ്റ IFS ഒരു വീഡിയോ പങ്കുവച്ചത്. എന്നിട്ട് ഇങ്ങനെ എഴുതി: വെറും ഭ്രാന്ത്, ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് എന്താണ്? അത്തരം പ്രകോപനങ്ങൾ തീർച്ചയായും മനുഷ്യമൃഗ സംഘട്ടനത്തിലേക്ക് നയിക്കുന്നു. വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സാമൂഹിക മാധ്യമ ഉപയോക്താക്കളുടെ ശ്രദ്ധ നേടി. യഥാർത്ഥത്തിൽ 2022 കൗശിക് ബറുവ തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവെച്ച വീഡിയോ ആയിരുന്നു അത്. അന്ന് അദ്ദേഹം വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എഴുതിയത്: മനുഷ്യർക്ക് വന്യജീവികളോടുള്ള ഭയം നഷ്ടപ്പെടുകയും വന്യജീവികൾക്ക് മനുഷ്യരോടുള്ള ഭയം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അത് സഹവർത്തിത്വമല്ല, മറിച്ച് ദുരന്തത്തിനുള്ള ഒരു പാചകക്കുറിപ്പാണ് എന്നായിരുന്നു. ഒപ്പം ആസാമിലെ ഗോലാഘട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. വീഡിയോയിൽ വലിയൊരു കൂട്ടം കാട്ടാനകൾ തങ്ങളുടെ കുട്ടികളോടൊപ്പം നിൽക്കുന്നത് കാണിക്കുന്നു. ഇതിനിടെ 2 കൗമാരക്കാർ അവയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. കൂട്ടത്തിൽ അല്പം മുതിർന്ന ആൾ ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് ആനയെ അടിച്ചോടിക്കാൻ ശ്രമിക്കുന്നത് വീഡിയോയിൽ കാണാം. ആന കൗമാരക്കാരന് നേരെ പാഞ്ഞെടുക്കുന്നു. വെറും 4 സെക്കൻഡ് മാത്രമാണ് വീഡിയോ. യുവാക്കൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നിശ്ചയമില്ല.